ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ കറി തയ്യാറാക്കിയല്ലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്തൊരു അടിപൊളി ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാ വീട്ടമ്മമാർക്കും ഒരു വിഷമമുള്ള കാര്യമാണ് ചാറുകറി എന്ത് വയ്ക്കുമെന്ന് ഓർത്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ടെൻഷൻ ആവാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറുള്ള ഈ വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചൊരു നല്ല സൂപ്പർ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മിക്കവർക്കും അറിയുമെന്നറിയില്ല, അറിയുമായിരിക്കും, പക്ഷേ എല്ലാവരും പല രൂപത്തിലാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുള്ള, അതുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെണ്ടയ്ക്ക തക്കാളി കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളിത് ഫുള്ള് വീഡിയോ കാണുക, എന്നിട്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 മൂത്തിട്ടുണ്ടായിരുന്നു. ഇത് വയലറ്റ് കളറിലുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡ് അത് വിത്തിട്ടതാണെന്നാണ് തോന്നുന്നത്. ഞാനത് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പറിച്ചതിന് ഇനി എന്തൊക്കെ ഇൻകിലാവ് നടക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഇതൊക്കെ ഞാൻ ജോക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. നമുക്ക് തക്കാളി വലിയ വണ്ണമുള്ളതാണെങ്കിൽ 2ആയിട്ടൊക്കെ മുറിച്ചിടാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അതേപോലെ നമുക്ക് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നമുക്ക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. 1 2 ചേർക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർത്തോളൂ. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. പഴുത്തതായാലും പഴുക്കാത്തതായാലും കുഴപ്പമില്ല, നമുക്കൊരു ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തോട്ട് ഈ തക്കാളി ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 വെളുത്തുള്ളി ഞാനിവിടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, പ്ലീസ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിതുപോലെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഞാനിത് 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക, തക്കാളി, വലിയ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 പച്ചമുളക് കൂടി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവ് കുറച്ചാണ് ഞാൻ ചേർക്കുന്നത്. മുളകിന് എരിവുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്തു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വഴറ്റിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യമേ ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ വഴറ്റിയെടുക്കരുത്. കാരണം അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റാനുള്ളത് കൊണ്ട് ആദ്യമേ അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുകയാണ്. ഇത് നമ്മൾ പകുതി വേവാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുക്കാം.
ഒരുപാട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് വഴറ്റുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെണ്ടയ്ക്ക ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് 2 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ, ഒരു തക്കാളി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ദോശയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴഞ്ഞ് കിട്ടും. 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വഴഞ്ഞിട്ടുണ്ടോയെന്ന്. തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മാത്രമേ ചേർക്കാവൂ. 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഒരു 3 എണ്ണം നല്ല എരിവുള്ളത് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു 1/2 സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാമേ. നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി, മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി. ഇനി നമുക്കിതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാറ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ കറിയൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ആ തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. തിളയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ അത്ര അങ്ങോട്ട് തിളപ്പിക്കാറില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ചൊരല്പം 1/2 സ്പൂൺ ഗരം മസാല കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ലാസ്റ്റേ നമ്മൾ ഗരം മസാലപ്പൊടി ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ.
കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കറിയിലേക്ക് ഒഴിച്ച എണ്ണയൊക്കെ പോകുന്നോളും. ഇനി നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക.